Welcome to Stephen Classes. Today we are going to discuss part 6 of Principles of Inheritance and Variation. ഇന്ന് ഈ ആറാം ഭാഗത്തിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലിയോട്രോപ്പി, പോളിജനിക് ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ കാര്യങ്ങളാണ് നാം പ്രധാനമായും ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനും കോഡോമിനൻസിനും ശേഷം നാം അടുത്തതായി പഠിക്കാൻ പോകുന്നത് പ്ലിയോട്രോപ്പി. എന്താണ് പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഓഫ് എ ജീൻ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഓഫ് എ ജീൻ, ഒരു ജീനിന്റെ മൾട്ടിപ്പിൾ വ്യത്യസ്തമായ ഇഫക്ട്സ്, ഒരു ജീൻ വ്യത്യസ്തമായ ഇഫക്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോഴാണ് നാം അതിനെ പറയുന്നത് പ്ലിയോട്രോപ്പിസം അല്ലെങ്കിൽ പ്ലിയോട്രോപ്പി എന്നെല്ലാം പറയുന്നത്. അത്തരത്തിലുള്ള ജീനുകളെ നാം വിളിക്കുന്നത് പ്ലിയോട്രോപ്പിക് ജീൻസ് എന്നാണ്. സോ വാട്ട് ഈസ് പ്ലിയോട്രോപ്പി? മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഓഫ് എ ജീൻ ഈസ് നോൺ ആസ് പ്ലിയോട്രോപ്പി. അതായത് ഒരു ജീൻ തന്നെ ഒന്നിൽ കൂടുതൽ ആയിട്ടുള്ള ഇഫക്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നാം അതിനെ പറയുക പ്ലിയോട്രോപ്പിക് ജീൻസ് എന്നും ആ പ്രതിഭാസത്തെ പ്ലിയോട്രോപ്പി എന്നും. So what is pleiotropy or what is a pleiotropic gene? When a gene produces more than one effect. When a gene produces more than one effect, that is called pleiotropy. പലപ്പോഴും ഈ പ്ലിയോട്രോപ്പിയുടെ മെക്കാനിസം, അതായത് പ്ലിയോട്രോപ്പിയുടെ അണ്ടർലൈങ് മെക്കാനിസം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പല മെറ്റാബോളിക് പാത്വേസിലും അതിൻ്റെ ഇഫക്റ്റ് വഴിയാണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീനോടൈപ്സ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവിടെ ഒരേ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതിന് കാരണം ആ ജീനിൻ്റെ മെറ്റാബോളിക് പാത്വേയിലുള്ള ഇഫക്റ്റ് കാരണമാണ്. ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള ജീനുകളുടെ ഇടപെടലുകൾ മൂലമാണ് നമുക്കിവിടെ വ്യത്യസ്തമായ ഫീനോടൈപ്സ് അവിടെ കിട്ടുന്നതും അതില്ലെങ്കിൽ പ്ലിയോട്രോപ്പി എന്ന ആ ഒരു ക്യാരക്ടർ അവിടെ വരുന്നതിനും കാരണം. അപ്പോൾ പ്ലിയോട്രോപ്പി എന്ന ഫിനോമിന അവിടെ വരുന്നതിന് കാരണം മെറ്റബോളിക് പാത്വേയിൽ ആ പർട്ടിക്കുലർ ജീനിനുള്ള ഇഫക്റ്റാണ്. ആ പർട്ടിക്കുലർ ജീനിൻ്റെ മെറ്റബോളിക് പാത്വേയിലുള്ള ഇഫക്റ്റ് കാരണമാണ് ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീനോടൈപ്സ് അവിടെ ഒരേ ജീനിന് തന്നെ എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പ്രതിഭാസത്തെ എന്താണ് വിളിക്കുന്നത്? പ്ലിയോട്രോപ്പി. മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഓഫ് എ ജീൻ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. അടുത്തതായി ഈ ഡയഗ്രത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സിംഗിൾ ജീൻ ഇവിടെ ഒരു ക്രോമസോമിന്റെ ഈ പർട്ടിക്കുലർ ലോക്കസിൽ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഈ സിംഗിൾ ജീൻ മെറ്റബോളിക് പാത്വേയിലുള്ള അതിൻ്റെ ഇഫക്റ്റ് കാരണം അവിടെ പ്ലിയോട്രോപ്പി എക്സിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രേറ്റ്സ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ട്രേറ്റ് എ, ട്രേറ്റ് ബി, ട്രേറ്റ് സി, അങ്ങനെ ഒന്നിൽ കൂടുതൽ ട്രേറ്റ്സ് ഒരേ ജീൻ അവിടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അപ്പോഴാണ് നാം അതിനെ വിളിക്കുന്നത് പ്ലിയോട്രോപ്പി എന്ന്. പ്ലിയോട്രോപ്പിക്ക് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ്. പീ സീഡുകളിൽ അവിടെ സ്റ്റാർച്ചിൻ്റെ സിന്തസിസ് പ്ലിയോട്രോപ്പിക്ക് ഒരു നല്ല ഒരു എക്സാമ്പിളാണ്. ഇവിടെ രണ്ട് അലേൽസ് ആണ് സ്റ്റാർച്ച് സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്നത്. ഒരു അലേൽ ക്യാപിറ്റൽ ബി, മറ്റേ അലേലിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്മോൾ ബി. സോ ഹിയർ a single gene will control both starch grain size and seed shape. ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ടത് ഒരേ ജീൻ തന്നെ ഇവിടെ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിനും, അതായത് ആ സ്റ്റാർച്ച് ഗ്രെയിൻ്റെ വലിപ്പത്തെയും അതുപോലെ തന്നെ സീഡിൻ്റെ ഷേപ്പിനെയും അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നു. ഇവിടെ ഈ ടേബിളിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും 3 വ്യത്യസ്തമായ അലീലിക് കോമ്പിനേഷൻസ് ആണ് നാം ഇവിടെ പരിഗണിക്കേണ്ടി വരിക. ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ക്യാപിറ്റൽ ബി. ഇത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്, റൈറ്റ്? നൗ ക്യാപിറ്റൽ ബി, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓൺ ദ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ്? സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് എന്തായിരിക്കും? ഹോമോസൈഗസ് ഡോമിനന്റ് ആവുമ്പോൾ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് വിൽ ബി ലാർജ്. ഓക്കെ, now small b ആണെങ്കിലോ starch grain size will be small. But when it is a heterozygous condition, capital B, small b, here it will be that of an intermediate character. Starch grain size will be intermediate. അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അവിടെ എക്സ്പ്രസ് ചെയ്തത്.
So the same gene has got an effect on seed shape. സീഡ് ഷേപ്പിലും ഇതേ ജീനിന് ഇഫക്റ്റ് ഉണ്ട്. അതായത് ഈ അലീലിക് കോമ്പിനേഷൻസ് ക്യാപിറ്റൽ ബി ആണെങ്കിൽ സീഡ് ഷേപ്പ് റൗണ്ട് ആയിരിക്കും. സ്മോൾ ബി ആണെങ്കിൽ സീഡ് ഷേപ്പ് വരുന്നത് റിങ്കിൾഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് heterozygous. When it is heterozygous, the seed shape will be round. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഒരു ഡോമിനൻസ് ആണ് അവിടെ കാണുന്നത്. ക്യാപിറ്റൽ ബി ഈസ് ഡോമിനന്റ് ഓവർ സ്മോൾ ബി. സോ ഹിയർ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതുപോലെ ഡോമിനൻസും രണ്ട് രീതിയിൽ അവിടെ ഈ രണ്ട് ക്യാരക്ടറും അവിടെ എക്സ്പ്രസ് ചെയ്യാൻ, രണ്ട് ഫിനോടൈപ്പും എക്സ്പ്രസ് ചെയ്യാൻ ആ ജീൻ അവിടെ റെസ്പോൺസിബിൾ ആയി എന്നാണ് നാം പറയേണ്ടി വരിക. അപ്പോൾ അത്തരത്തിൽ ഒരു ജീൻ മൾട്ടിപ്പിൾ ഇഫക്റ്റ് ആണ് അവിടെ വന്നത്. അതായത് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സീഡ് ഷേപ്പിന്റെ കാര്യത്തിലും ഒരേ ജീനിന്റെ അലേലിക് കോമ്പിനേഷൻസ് തന്നെ അവിടെ അതിൻ്റെതായിട്ടുള്ള ഇഫക്റ്റ് അവിടെ ചെലുത്തുകയുണ്ടായി. ഇതാണ് പ്ലിയോട്രോപ്പിസം. അപ്പോൾ സീഡ് ഷേപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നമുക്ക് പ്ലിയോട്രോപ്പിക്കായി നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. പ്ലിയോട്രോപ്പിക്ക് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയി സീഡ് ഷേപ്പ് അതുപോലെ തന്നെ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് എന്നീ രണ്ട് ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ജീൻ എന്ന രീതിയിൽ നമുക്ക് പ്ലിയോട്രോപ്പിയെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എന്താണ് പ്ലിയോട്രോപ്പി? ദ സെയിം ജീൻ വിൽ പ്രൊഡ്യൂസ് different phenotypes or different characters. That is called pleiotropism or pleiotropy. പ്ലിയോട്രോപ്പിക്ക് മറ്റു പല ഉദാഹരണങ്ങളും നമുക്ക് പറയുവാൻ സാധിക്കും. പ്ലിയോട്രോപ്പിക്ക് മറ്റൊരു ഉദാഹരണമാണ് ഫീനൈൽ കീറ്റോന്യൂറിയ. So phenylketonuria, it is a disease caused by the mutation in the gene that code for the enzyme phenylalanine hydroxylase. Phenylalanine hydroxylase എന്ന് പറയുന്ന ആ ഒരു എൻസൈമിന് മ്യൂട്ടേഷൻ വഴിയാണ് അവിടെ ഫീനൈൽകീറ്റോനുറിയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് കണ്ടീഷൻ അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, ഇത്തരത്തിലൊരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ മെൻ്റൽ റിട്ടാർഡേഷൻ, റിഡക്ഷൻ ഇൻ ദ ഹെയർ, pigmentation in the skin in patients. So different types of effects are generated by a single mutation that happens on the gene which is coding for the enzyme phenylalanine hydroxylase. Phenylalanine hydroxylase എന്ന് പറയുന്ന ആ ഒരൊറ്റ ജീനിന് വന്ന മ്യൂട്ടേഷൻ കാരണം അവിടെ വ്യത്യസ്തമായ ഇഫക്റ്റുകൾ അവിടെ ഉണ്ടാവുകയാണ്. മെൻ്റൽ റിട്ടാർഡേഷൻ, റിഡക്ഷൻ ഇൻ ഹെയർ, പിഗ്മെന്റേഷൻ ഇൻ ദ സ്കിൻ. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഇഫക്ട്സ് ഒരു ജീൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തത് വഴി നമുക്ക് പറയുവാൻ സാധിക്കും ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പിസം. So phenylketonuria is an example for pleiotropism. നേരത്തെ നാം സൂചിപ്പിച്ച പീ സീഡ്സിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിലും ഒരേ ജീൻ തന്നെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരേ ജീനിൻ്റെ മൾട്ടിപ്പിൾ ഇഫക്ട്സിന് ഒരു എക്സാമ്പിളാണ് ഫീനൈൽകീറ്റോനുറിയ. സോ ദാറ്റ് ഈസ് ഓൾസോ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപ്പി ഓർ പ്ലിയോട്രോപ്പിക് ജീൻ. അടുത്തതായി നാം പറയാൻ പോകുന്നത് പോളിജെനിക് ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എ ക്യാരക്ടർ ഹൂസ് എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ നമ്പർ ഓഫ് ജീൻസ്. ഒരു ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻ ഒന്നിൽ കൂടുതൽ ജീൻസ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് ഒന്നിൽ കൂടുതൽ ജീൻസ് റെസ്പോൺസിബിൾ ആവുകയാണെങ്കിൽ അപ്പോൾ നാം അതിനെ വിളിക്കുന്നതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന്. So a character whose expression is controlled by a number of genes, then we call it as polygenic inheritance. അതിനെയാണ് നാം പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. So besides the involvement of multiple genes, polygenic inheritance also takes into account the influence of the environment. അതായത് ഇവിടെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസിനും ഇവിടെ ഒരു പ്രത്യേക റോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പ്ലിയോട്രോപ്പിസത്തിൽ നാം പഠിച്ചു ഒരു ജീനിന് അവിടെ വ്യത്യസ്തമായ ഇഫക്റ്റുകൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ തീർത്തും വ്യത്യസ്തമായ കണ്ടീഷനാണ്. അതായത് മൾട്ടിപ്പിൾ ജീൻസ്, ഒന്നിൽ കൂടുതൽ ജീൻസ് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇവിടെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസും ഒരു പ്രധാന ഘടകമായി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഐ റിപ്പീറ്റ്, എ ക്യാരക്ടേഴ്സ് എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ നമ്പർ ഓഫ് ജീൻസ്, then it is called polygenic inheritance.
പോളിജനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ് സ്കിൻ കളർ ഇൻ ഹ്യൂമൻസ്. സ്കിൻ കളർ ഇൻ ഹ്യൂമൻ ബീങ്സ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ, എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ പോളിജനിക് ഇൻഹെറിറ്റൻസ്. നമ്മൾ അതാണ് ഇനി ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സിലെ കളർ, സ്കിൻ കളർ എപ്രകാരമാണ് പോളിജനിക് ഇൻഹെറിറ്റൻസിന് ഒരു എക്സാമ്പിളായി നമുക്ക് പറയുവാൻ സാധിക്കുക. ആ എക്സാമ്പിളിലേക്ക് നാം കടക്കുന്നു. ഹ്യൂമൻ ഹൈറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ പോളിജനിക് ഇൻഹെറിറ്റൻസ്. പക്ഷെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും ഹ്യൂമൻ സ്കിൻ കളറിനെ കുറിച്ചാണ്. എപ്രകാരമാണ് അത് പോളിജനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളായി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്കിൻ കളർ ഈസ് കൺട്രോൾഡ് ബൈ 3 pairs of genes A, B, C. സോ A, B, C എന്ന 3 തരത്തിലുള്ള ജീൻസ് ആണ് ഇവിടെ സ്കിൻ കളറിന് റെസ്പോൺസിബിളായി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഈ 3 ജീൻസിൻ്റെ അലീലിക് കോമ്പിനേഷൻസ്, അതായത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ദെൻ ക്യാപിറ്റൽ സി, അതായത് എല്ലാം ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ജീനോടൈപ്പ് ആണെങ്കിൽ the person skin color will be dark. The person will have a dark skin color. Then if it is a heterozygous situation like this, അതായത് capital A small a, then capital B small b, then capital C small c, ഇത്തരത്തിലെ heterozygous situation ആണെന്ന് കരുതുക. heterozygous situation ആണെങ്കിൽ the person will produce an intermediate skin color ആയിരിക്കും. ദാ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ രീതിയിലുള്ള ഒരു intermediate representation of skin color ആണ് അവിടെ കിട്ടുക. ഇനി ഇങ്ങനെയല്ല, എല്ലാം തന്നെ ഒരു ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് നേരത്തെ പറഞ്ഞ ആ ജീൻസിന്റെ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ആണെങ്കിൽ, അതായത് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, ഇത്തരത്തില് ആ 3 ജീൻസും റെസസീവ് ആയിട്ടുള്ള അലീലിക് കോമ്പിനേഷനിലാണ്. ഹോമോസൈഗസ് റെസസീവ് ആണെങ്കിൽ ദ ലൈറ്റ് സ്കിൻ കളർ വിൽ ബി ഒബ്റ്റൈൻഡ്. ദ സ്കിൻ കളർ വിൽ ബി ലൈറ്റ്. ഇവിടെ സംഭവിക്കുന്നത് ഈ അലേലിക് കോമ്പിനേഷൻസിൽ ഈ എത്ര നമ്പർ ഓഫ് അലേൽസ് അവിടെ ജീനോടൈപ്പിൽ വരുന്നു അതിനനുസരിച്ച് സ്കിൻ കളറിലുള്ള വേരിയേഷൻസ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതായത് ഈ ക്യാപിറ്റൽ എ എത്ര എണ്ണം വന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി എത്ര എണ്ണം വന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ സി എത്ര എണ്ണം വന്നിട്ടുണ്ട്, അത്തരത്തിൽ എത്ര അലേൽസ് അവിടെ ഉണ്ട് എന്നതിനനുസരിച്ച് സ്കിൻ കളറിൽ വേരിയേഷൻ വരുന്നു. ആ രീതിയിലാണ് നമുക്കിവിടെ ഫീനോടൈപ്സ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. സോ ദ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് അലേൽ ഇൻ ദ ജീനോടൈപ്പ് വുഡ് ഡിറ്റർമിൻ ദ ഡാർക്ക്നെസ് ഓർ ലൈറ്റ്നെസ് ഓഫ് ദ സ്കിൻ. ഒരു സ്കിൻ അവിടെ ഹ്യൂമൻ ബീയിങ്സിലെ സ്കിന്നിന്റെ ഡാർക്ക്നെസ് ആയിക്കോട്ടെ ലൈറ്റ്നെസ് ആയിക്കോട്ടെ ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് then it is according to the number of each type of allele. ഓരോ ടൈപ്പ് ഓഫ് അലേൽസിന്റെ നമ്പർ എപ്രകാരമാണ് അത് ജീനോടൈപ്പിൽ അവിടെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് അവിടെ സ്കിൻ കളറിലുള്ള ആ ഒരു വേരിയേഷൻ നമുക്ക് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതിന് കൂടുതലായി പഠിക്കുവാനായിട്ട് നമുക്ക് ആ ക്രോസിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഇവിടെ നോക്കൂ, പാരന്റ് ജനറേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. അപ്പോൾ ഇതെന്തായിരിക്കും? ലൈറ്റ് സ്കിൻ കളറിലുള്ള ഒരു പാരന്റ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി അല്ലേ, എല്ലാം അപ്പർ കേസിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ഡാർക്ക് സ്കിൻ കളറിലുള്ള ഒരു ഫിനോടൈപ്പിലുള്ള ഒരു പാരന്റ് ആയിരിക്കും അത് അല്ലേ. അപ്പോൾ ഈ പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഗമീറ്റ്സിൽ അടങ്ങിയിരിക്കുക എന്തായിരിക്കും? ഒരു സ്മോൾ എ ഉണ്ടായിരിക്കും, ഒരു സ്മോൾ ബി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്മോൾ സി ഉണ്ടായിരിക്കും. അങ്ങനെ അതിൻ്റെ ഗമീറ്റിലെല്ലാം ഇതിൻ്റെ അലീലിക് റെപ്രസെൻറ്റേഷൻ അവിടെ കാണും അല്ലേ. അതുപോലെ തന്നെ ഈ പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സിലെല്ലാം എങ്ങനെയായിരിക്കും? എ ബി സി ആയിരിക്കും. ഓക്കെ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗമീറ്റ്സും എ ബി സി ടൈപ്പിലായിരിക്കും. ഇനി F1 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ 2 ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന F1 ജനറേഷൻ അത് ഒരു ഇന്റർമീഡിയറ്റ് കളർ ആയിരിക്കും. സ്കിൻ കളർ വിൽ ബി ഇന്റർമീഡിയറ്റ്, റൈറ്റ്. കാരണം നമ്പർ ഓഫ് അലീൽസ് പ്രസന്റ് അവിടെ സ്കിൻ കളർ ഡിറ്റർമിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ലൈറ്റ് സ്കിൻ കളറാണ് ഇവിടെ കിട്ടിയത്. ഈ ഇത്തരത്തിലൊരു ഹെട്രോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കളർ ആയിരിക്കും. ഇനി അടുത്തതായി ഈ F1 ജനറേഷനിൽ കിട്ടിയ ഈ ഇൻഡിവിജ്വൽസ് ഇത്തരത്തിലുള്ള മറ്റൊരു ഇൻഡിവിജ്വലായിട്ട് മറ്റൊരു ഫീമെയിലായിട്ട് മേറ്റ് ചെയ്യുമ്പോൾ അവിടെ ലഭ്യമാകുന്ന F2 ജനറേഷൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. F2 ജനറേഷൻ എങ്ങനെയായിരിക്കും കിട്ടുക?
നിങ്ങൾക്കറിയാം ഇതിൽ നിന്ന് എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും? 4 ആണോ 6 ആണോ? അല്ല, 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് അവിടെ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വലും 8 ഡിഫറെൻറ്റ് ഗമീറ്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ സൈഡിലും നമ്മൾ 8 ഡിഫറെൻറ്റ് ഗമീറ്റ്സ് നമ്മൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. കണ്ടോ, ടോപ്പിലും എഴുതി, സൈഡ്സിലും എഴുതി. ഇനി കോമ്പിനേഷൻസ് നമുക്ക് ലഭിക്കുന്നു. ജീനോ ടൈപ്പുകൾ അവിടെ നേരിട്ട് എഴുതിയിട്ടില്ല, പക്ഷേ അതിന് പകരം അതിനെല്ലാം ഓരോ നമ്പർ കൊടുത്ത്, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുത്ത് നമുക്കവിടെ സ്കിൻ കളർ, എത്തരത്തിലുള്ള സ്കിൻ കളറാണെന്ന് നമുക്കവിടെ ഡിറ്റർമിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള ജീനോ ടൈപ്പുകളെല്ലാം നിങ്ങൾക്ക് ഒരു ഹോം അസൈൻമെൻറ്റായി നിങ്ങൾക്ക് അവിടെ എഴുതി നോക്കാവുന്നതാണ്. അപ്പോൾ അപ്രകാരമുള്ള ആ അലീൽസിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കിൻ കളർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും സ്കിൻ കളറിന് അടിസ്ഥാനമായി അവിടെ പ്രവർത്തിച്ചത് നമ്പർ ഓഫ് അലീൽസ് പ്രസൻറ്റ് ഇൻ എ പേഴ്സൺ. ആ ഒരു പേഴ്സണിൽ എത്ര പർട്ടിക്കുലർ നമ്പർ ഓഫ് അലീൽ അവിടെ ഉണ്ട്, അതിനനുസരിച്ചാണ് ആ ഒരു വ്യക്തിയുടെ സ്കിൻ കളർ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എഗെയിൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പുന്നറ്റ് സ്ക്വയർ ആണ്. ഈ പുന്നറ്റ് സ്ക്വയർ വഴി നമുക്ക് എല്ലാ തരത്തിലുള്ള ജീനോടൈപ്സും മാത്രമല്ല എല്ലാ തരത്തിലുള്ള അവരുടെ ഫീനോടൈപ്പും നമുക്കവിടെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? പോളിജെനിക് ഇൻഹെറിറ്റൻസിന്റെ ഡെഫിനിഷൻ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരു ഫീനോടൈപ്പ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് മോർ ദാൻ 1 ജീൻ അവിടെ ഇൻവോൾവ്ഡ് ആവുകയാണെങ്കിൽ അപ്പോഴാണ് നാം അതിനെ പറയുന്നത് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന്. സോ ഐ റിപ്പീറ്റ്, എ ക്യാരക്ടർ ഹൂസ് എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ നമ്പർ ഓഫ് ജീൻസ്, ഒന്നിൽ കൂടുതൽ ജീൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ കൺട്രോൾ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതിൽ വരികയാണെങ്കിൽ അതിനെയാണ് നാം പറയുന്നത് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ ഡെഫിനിഷൻ ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് 7 വർഷങ്ങളോളം നീണ്ടു നിന്നു. ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം പബ്ലിഷ് ചെയ്തു 1865. പക്ഷേ അന്നൊന്നും പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് അത്ര കണ്ട് നോട്ടീസ് ചെയ്യപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്ക്സും പിന്നീട് 1900-ലാണ് എല്ലാം ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തത്. 1900 വരെ 1900 വരെ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും ഇരുട്ടിലായിരുന്നു, വെളിച്ചം കണ്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിൽ അൺറെക്കഗ്നൈസ്ഡായി അവിടെ മാറ്റപ്പെട്ടു ഗ്രിഗർ മെൻഡലിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വൈ മെൻഡൽസ് വർക്ക് റിമെയിൻ അൺറെക്കഗ്നൈസ്ഡ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും അംഗീകരിക്കപ്പെടാതിരിക്കാൻ കാരണം? എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ആ കാരണങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രധാന കാരണം അന്ന് കമ്മ്യൂണിക്കേഷൻ അത്ര കണ്ട് ഇന്നത്തെ പോലെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി. അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ ലോകത്തിൻ്റെ മറ്റെല്ലാ ദിക്കുകളിലേക്കും അതിൻ്റെ വാർത്തകൾ എത്തിപ്പെടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാരണം പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് ജീൻസ് ഓർ ഫാക്ടേഴ്സ്, അതെല്ലാം വളരെ സ്റ്റേബിൾ എന്ന ഒരു ഐഡിയ ആണ് ഗ്രിഗർ മെൻഡൽ മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ പ്രകാരം ജീൻസ് അഥവാ ഫാക്ടേഴ്സ് അവ വളരെ സ്റ്റെബിലിറ്റി ഉള്ളതാണ്, അവ വളരെ സ്റ്റേബിൾ ആണ്, അത് മാറ്റത്തിന് വിധേയമല്ല. ഈ ഒരു ഐഡിയയാണ് ഗ്രിഗർ മെൻഡൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത്തരത്തിൽ ഉള്ള ഒരു സ്റ്റെബിലിറ്റി, ഫാക്ടേഴ്സ് അഥവാ ജീൻസിന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം അത് മറ്റു സയൻറ്റിസ്റ്റുകൾക്ക് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അവരൊന്നും ഇത് സ്വീകരിച്ചില്ല. കാരണം എൻവയോൺമെൻറ്റിൽ ഒരുപാട് തരത്തിലുള്ള വേരിയേഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്യാരക്ടേഴ്സിൻ്റെ ഒരുപാട് വേരിയേഷൻസ് വളരെ പ്രകടമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാദഗതി മറ്റു സയൻറ്റിസ്റ്റുകൾ അവർ അംഗീകരിച്ചില്ല. മറ്റൊരു കാര്യം, മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് ആദ്യമായാണ് ബയോളജിയിൽ കൊണ്ടുവന്നത്. ഗ്രിഗർ മെൻഡൽ ആദ്യമായാണ് മാത്തമാറ്റിക്കലായിട്ടുള്ള ഐഡിയാസ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ് എല്ലാം ബയോളജിയിൽ കൊണ്ടുവന്നത്. ഇതും മറ്റ് സയൻറ്റിസ്റ്റുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി. സോ ദ അപ്രോച്ച് ഓഫ് യൂസിങ് മാത്തമാറ്റിക്സ് to explain the biological phenomena, totally it was new and it was unacceptable for many of biologists.
ബയോളജിസ്റ്റുകൾക്ക് ഇതൊന്നും സ്വീകാര്യമായിരുന്നില്ല. ആൻഡ് ഓൾസോ ഹി കുഡ് നോട്ട് പ്രൊവൈഡ് ദ ഫിസിക്കൽ പ്രൂഫ്, അതായത് ഇതിനെല്ലാം അടിസ്ഥാനപരമായി ഒരു പ്രൂഫ്, അതായത് ഈ ഫാക്ടേഴ്സ് എന്താണെന്നും അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഫിസിക്കൽ പ്രൂഫ്, ഫിസിക്കലായിട്ടുള്ള ഒരു തെളിവ് അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഗ്രിഗർ മെൻഡലിൻ്റെ വർക്ക്സ് ഒന്നും അന്ന് സ്വീകാര്യമല്ലാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും സ്വീകാര്യതയില്ലാതെ, ആരാലും സ്വീകരിക്കപ്പെടാതെ അങ്ങനെ കിടന്നു. 1900 ഗ്രിഗർ മെൻഡലിൻ്റെ വർക്കുകളെല്ലാം റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും റീഡിസ്കവറി ചെയ്യപ്പെടുകയും ചെയ്തത്. ആരൊക്കെയാണ് ഗ്രിഗർ മെൻഡലിൻ്റെ വർക്കുകൾ റീഡിസ്കവർ ചെയ്തത്? നിങ്ങൾക്കറിയാം, ഇൻ 1900 ഡെവറിസ്, കോറൻസ് ആൻഡ് ടെഷ്മാർക്ക് they rediscovered ഗ്രിഗർ മെൻഡൽസ് വർക്ക്. ഗ്രിഗർ മെൻഡലിൻ്റെ വർക്കുകളെല്ലാം ഇവർ ചേർന്ന് റീഡിസ്കവർ ചെയ്തു. അത്രയും കാലത്തോളം ഗ്രിഗർ മെൻഡലിൻ്റെ വർക്ക് ലോകമൊന്നും അറിയാതെ അവിടെ അവശേഷിക്കുകയായിരുന്നു. പിന്നീട് നിങ്ങൾക്കറിയാം, 1902 ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അത് പുട്ട് ഫോർവേഡ് ചെയ്തു. സയൻസ് വളരെയധികം ഡെവലപ്പ് ചെയ്തു. അപ്പോഴേക്കും ക്രോമോസോമുകൾ എന്താണെന്നും ജീനുകൾ എന്താണെന്നും എല്ലാമുള്ള വ്യക്തമായ ധാരണ ശാസ്ത്രലോകത്തിന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെ 1902 വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി they put forward the chromosomal theory of inheritance. ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് മുന്നോട്ട് വെച്ചത് ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ്, വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി. എന്താണ് ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാം അതിൻ്റെ പോയിന്റ്സിലേക്ക് കടക്കുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് യഥാർത്ഥത്തിൽ ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ വെഹിക്കിൾ ഓഫ് ജീൻസ് ആർ പ്രസന്റ് ഓൺ ദ ക്രോമോസോംസ്. അതായത് ജീൻസിൻ്റെ വെഹിക്കിൾസ്, ജീൻസ് വഹിക്കുന്നത് ക്രോമോസോമുകളാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ക്രോമോസോംസ് ആസ് വെൽ ആസ് ജീൻസ് ദേ ഓൾവേസ് ഒക്കർ ഇൻ പെയർ. ക്രോമോസോമുകൾ പെയർ ഫോമിലാണ്, ഹോമോലോഗസ് പെയർ ഫോമിലാണ് ക്രോമോസോമുകൾ കാണപ്പെടുന്നത്. ഇതേ ഹോമോലോഗസ് ക്രോമോസോംസിലാണ് ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജീൻസും പെയർ ഫോമിലാണ് കണ്ടുവരുന്നത്. സോ ക്രോമോസോംസ് ആസ് വെൽ ആസ് ജീൻസ് ദേ ഒക്കർ ഇൻ ദ പെയർ ഫോം. Another point, the two alleles of gene occur on homologous pair of chromosomes. The two alleles of a gene, they always occur on homologous pair of chromosomes. That is another point. And final point, and the last point is pairing and segregation of a pair of chromosomes will lead to pairing and segregation of their factors which they carry. അതായത് ക്രോമോസോംസ് അവയുടെ പെയറിങ്ങും സെഗ്രിഗേഷൻ അഥവാ സെപ്പറേഷനും നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്രോമോസോംസ് ക്യാരി ചെയ്യുന്ന ഫാക്ടേഴ്സ് അഥവാ ജീൻസിൻ്റെ പെയറിങ്ങും സെപ്പറേഷനും നടക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ക്രോമോസോംസിലെ പെയറിംഗ് അതുപോലെ തന്നെ ക്രോമോസോംസിൻ്റെ സെപ്പറേഷൻ ഇവ നടക്കുമ്പോൾ, ഗമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ പലപ്പോഴും ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ, ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഈ ക്രോമോസോംസ് പെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാകട്ടെ പെയർ ചെയ്യപ്പെടുമ്പോഴാകട്ടെ ക്രോമോസോമുകൾ ഇത്തരത്തിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും പെയർ ചെയ്യുമ്പോഴും അവ ക്യാരി ചെയ്യുന്ന ഫാക്ടേഴ്സ് അഥവാ അവയുടെ ജീൻസിൻ്റെ സെപ്പറേഷനും പെയറിങ്ങും നടക്കുന്നു. ഈ തിയറിയെയാണ് നാം പറയുന്നത് ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ആരാണ് ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പുട്ട് ഫോർവേഡ് ചെയ്തത്? വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി ഇൻ ദ ഇയർ 1902. പോയിന്റ്സ് ഒന്നുകൂടെ ഞാൻ പറയാം. വെഹിക്കിൾസ് ഓഫ് ജീൻസ് ആർ പ്രസന്റ് ഓൺ chromosomes. Chromosomes, they always occur in pair condition. So their genes are also in the pair form. Then two alleles of a gene, they always occur in homologous pair of chromosomes. And pairing and segregation of chromosomes will lead to pairing and segregation of genes or factors which they carry. So this is what is called chromosomal theory of inheritance.
ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും മിയോസിസ് എന്ന പ്രക്രിയ നടക്കുമ്പോൾ മിയോസിസിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്രോമോസോംസ് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അവിടെ മിയോസിസ് 1, മിയോസിസ് 2 എല്ലാം കഴിഞ്ഞ് അവസാനം ഗെമീറ്റ്സ് അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഗെമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതേ സമയം തന്നെ അവയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ അലേൽസ് അല്ലെങ്കിൽ അലേലിക് പേയേഴ്സും അവിടെ പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ 2 പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ക്രോമോസോംസ് ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമോസോംസ് അലൈൻ ചെയ്യുമ്പോൾ ഓറഞ്ച് ക്രോമോസോമിന് നേർക്ക് ഗ്രീൻ ക്രോമോസോം, അതുപോലെ തന്നെ യെല്ലോ ക്രോമോസോമിന് നേർക്ക് റെഡ്, ഇങ്ങനെ അലൈൻ ചെയ്ത് വരാം. അല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ഓറഞ്ചിനടുത്ത് റെഡും യെല്ലോയ്ക്കടുത്ത് ഗ്രീനും വരാം. അപ്പോൾ ഈ 2 പോസിബിലിറ്റിയും നോക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഗെമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ അവിടെ അലേലിക് കോമ്പിനേഷനിൽ വ്യത്യാസം വരുന്നു. ഓക്കെ, അപ്പോൾ 2 പോസിബിലിറ്റിയെ കുറിച്ചും നിങ്ങൾ പഠിക്കുക. ക്രോമോസോംസ് വ്യത്യസ്ത രീതിയിൽ അലൈൻ ചെയ്യുമ്പോൾ അവിടെ വ്യത്യസ്തമായ അലേലിക് കോമ്പിനേഷൻസ് അവിടെ ഗെമീറ്റുകളിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നാം ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നാം പറഞ്ഞതാണ്. എപ്രകാരമാണ് മിയോസിസ് സമയത്ത് ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്നും ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമോസോംസ് അതിലുള്ള സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ സെപ്പറേഷൻ അവിടെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഗെമീറ്റ്സ് അവിടെ അലീലിക് കോമ്പിനേഷൻസിൽ ഡിഫറൻ്റ് ആയിട്ട് അവിടെ വരുന്നതെന്നും എല്ലാം നാം ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ക്യാപിറ്റൽ Y, സ്മോൾ y, ക്യാപിറ്റൽ R, സ്മോൾ r, ഇത്തരത്തിലുള്ള ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെമീറ്റ് കോമ്പിനേഷൻസ് അത് നമുക്കിവിടെ വളരെ വ്യക്തമായി അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഗെമീറ്റ് ഫോർമേഷൻ സമയത്ത് മിയോസിസ് എന്ന ആ ഒരു പ്രക്രിയ നടക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് അവിടെ അലേലിക് കോമ്പിനേഷൻസ് ഡിഫറൻ്റായി ഓരോ ഗെമീറ്റിലേക്കും എത്തുന്നത്. നിങ്ങൾക്കറിയാം 4 വ്യത്യസ്ത തരത്തിലുള്ള ഗെമീറ്റ്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലേ? ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R, സ്മോൾ y, സ്മോൾ r, ക്യാപിറ്റൽ Y ആൻഡ് സ്മോൾ r, സ്മോൾ y. അങ്ങനെ 4 വ്യത്യസ്ത തരത്തിലുള്ള ഗെമീറ്റുകൾ ഈ സെല്ലിൽ നിന്ന്, ഈ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ നിന്ന് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് ക്രോമോസോംസിൻ്റെ സെപ്പറേഷൻ വഴിയാണ് അവിടെ സംഭവിക്കുന്നത്. ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം അവ ക്യാരി ചെയ്യുന്ന അലീൽസും അവിടെ വളരെ വ്യക്തമായി സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിനെയാണ് നാം പറയുന്നത് ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നാം പ്രധാനമായും പഠിച്ചത് 3 കാര്യങ്ങളാണ്. ഏതെല്ലാം 3 കാര്യങ്ങളാണ് നാം പഠിച്ചത്? പ്ലിയോട്രോപ്പി, പോളിജനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് ഫൈനലി ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. പുതിയ ഒരു പാഠഭാഗവുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസസ്.